മയ്യിത്ത് നിസ്കാരത്തിന്റെ ഇമാമത്തിന്റെ അധികാരം കുളിപ്പിക്കേണ്ട അവിടെ അങ്ങനെ തന്നെ, ഈ അധികാരം പോലെ തന്നെ. എങ്ങനെ? മരിച്ച മയ്യിത്തിന് ബാപ്പയുണ്ട്, മകനുണ്ട്. എന്നാൽ ആരാ കുളിപ്പിക്കേണ്ട അവകാശി? ബാപ്പ. ബാപ്പയില്ലെങ്കിൽ ബാപ്പാന്റെ ബാപ്പ, ബാപ്പയില്ല ബാപ്പാന്റെ ബാപ്പയില്ലെങ്കിൽ മകൻ, മകനുമില്ല എങ്കിൽ മകന്റെ മകൻ, അങ്ങനെ മകന്റെ മകനും ഇല്ല സഹോദരൻ, പിന്നെ സഹോദരന്റെ മകൻ, പിന്നെ എളാപ്പയോ മൂത്താപ്പയോ അവരില്ലെങ്കിൽ അവരാണ് മക്കള്. എല്ലാ ആൺമക്കളാണ് പറയുന്നത്. ഇതാണ് അവകാശം, മയ്യിത്ത് നിസ്കാരത്തിനുള്ള അവകാശം. ആണിന്റെ മയ്യിത്തിനും പെണ്ണിന്റെ മയ്യിത്തിനും. കുളിപ്പിക്കുന്നവിടെ വേറെ, കുളിപ്പിക്കുന്നവിടെ ആര്? ആണുങ്ങൾക്ക് ഇതേപോലത്തെ അവകാശം കുളിപ്പിക്കേണ്ടത്. വാപ്പ, വാപ്പാന്റെ അപ്പ, മകൻ, ഇങ്ങനെ. പെണ്ണിന്റെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടതാര്? അവളെ മെഹറമ് വേണമെന്നാല് മോള്. ഉമ്മ മരിച്ചാല്, മകള് മരിച്ചാൽ ഉമ്മ, അല്ല ഉമ്മാനുമ്മ. അതില്ലെങ്കിൽ മയ്യിത്തിന്റെ മകളുണ്ടെങ്കിൽ അവള്, അതുമില്ലെങ്കിൽ അവളെ സഹോദരി, അല്ലെങ്കിൽ അവളെ ബാപ്പാന്റെ സഹോദരി, അല്ലെ ഉമ്മാന്റെ സഹോദരി. ബാപ്പാന്റെ സഹോദരി, ഉമ്മാന്റെ സഹോദരി രണ്ടാളുണ്ട്. ബാപ്പാന്റെ സഹോദരനെ മുന്തിക്കണം, അമ്മായിനെ മുന്തിക്കണം, ഇളമ മുത്തമ്മയേക്കാൾ. ഇങ്ങനെയാണ് പെണ്ണുങ്ങളെ കുളിപ്പിക്കേണ്ടത്. പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കേണ്ട വിഷയാവകാശം അവിടെ ഒന്നുമില്ല. പെണ്ണുങ്ങൾക്ക് മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞൊരു വിഷയമില്ല. ആണുങ്ങളാണ് മയ്യിത്ത് നിസ്കരിക്കേണ്ടത്. ഈ നിസ്കാരം പറഞ്ഞത് ബാറാൻ നിസ്കരിക്കേണ്ടാൽ ഇതിന്റെ ഇമാമത്തിന്റെ അധികാരം മകന്റെ മയ്യിത്തിന് വാപ്പ, വാപ്പയില്ലെങ്കിൽ വാപ്പാന്റെ വാപ്പ, വാപ്പയും വാപ്പാന്റെ വാപ്പയും ഇല്ലെങ്കിൽ മയ്യിത്തിന്റെ മകനുണ്ടെങ്കിൽ മകൻ, പിന്നെ മകന്റെ മകൻ. മയ്യിത്ത് നിസ്കാരത്തിന്റെ ഇമാമത്തിന്റെ അധികാരം അവർക്ക്. എപ്പോ ഇമാമത്തിന്റെ അധികാരം? മകന് നിസ്കരിക്കാനുള്ള വിവരം ഉണ്ടെങ്കിൽ, മകൻ ഫാസിഖ് അല്ലെങ്കിൽ, അല്ലെ മുബത്തദി അല്ലെങ്കിൽ, മുബത്തദി തന്നെ സുന്നി അല്ലാത്ത ആള്. ബാപ്പ സുന്നി, മോന് സുന്നി അല്ല, അവന് അധികാരമില്ല. ബാപ്പ സുന്നി, മോന് സൽഫി, അല്ല ജമാഅത്ത് ഇസ്ലാമി. അവർക്ക് ഈ മയ്യിത്തിന്റെ ഇമാമത്തിനെ കണ്ടതിരിക്കുന്ന അധികാരം അവർക്കില്ല. അവർക്ക് അധികാരമില്ല. അതേപോലെ വിവരം വേണം. വിവരമില്ലാത്ത ആള് എന്റെ വാപ്പാന്റെ മയ്യിത്ത് ഞാൻ കൊട്ടിമുച്ചിരുന്നാലോ? ഒരു വിവരമില്ലാതെ മരിച്ച വാപ്പാക്ക് അറിയുന്നു ഈ വാപ്പാന്റെ പ്രാർത്ഥന എന്തായിരിക്കും? പഠിച്ചോനെ, എന്റെ ഹയാത്ത് കാലത്ത് ഓനെ കൊണ്ട് ഒരു ഉപകാരം കിട്ടിയില്ല, ഇനി മരിച്ചിട്ടാകുമ്പോ കിട്ടുന്ന ലാസ്റ്റ് മയ്യിത്തിക്കാലത്തും ഇല്ലാണ്ടാക്കി ഹലാക്ക് പിടിച്ചോനെ. ഈ വിവരമില്ലാത്ത ആളിമാകത്തുനിന്ന് അങ്ങനെയാവും. ഈ അവകാശം ഒരു വാപ്പാക്ക് വിവരമുള്ള നല്ല അറിഞ്ഞ ഒരു മകൻ തന്നെ ഉണ്ടെങ്കിൽ അവൻ തന്നെ നിസ്കരിച്ചോളണം എന്നില്ല. അവന്റെ അവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല വഫാത്തായി, ആണുമക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ബന്ധമില്ലാത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ആണ് ഇമാമത്തുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല വഫാത്തായപ്പോൾ ആൺമക്കളുണ്ട്. അബ്ദുള്ള എന്ന മകൻ, അതുപോലെ തന്നെ വേറെ മക്കളുണ്ട്. അവരെല്ലാം നിസ്കരിച്ചത് ബാപ്പാന്റെ വസിയത്ത് സ്വൈബ് ഇബ്നു സിനാൻ നിസ്കരിക്കണം. സ്വൈബ് ഇബ്നു സിനാൻ ഒരു റൂമുകാരനാണ്, കുടുംബബന്ധം തീരെയില്ല. ആ വസിയത്ത് പോലെ ആവട്ടെ എന്ന് മക്കൾ സമ്മതിക്കുകയും ചെയ്തു. സ്വൈബ് ഇബ്നു സിനാൻ നിസ്കരിച്ചു. ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുനാ ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു നബിയുടെ ഭാര്യ, അവർ വഫാത്താകുമ്പോൾ ആങ്ങളമാരുണ്ട്. മയ്യിത്ത് നിസ്കരിച്ച് കുടുംബബന്ധമില്ലാത്ത അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ വസിയത്ത് ചെയ്തിരുന്നു. എന്താ? അബൂ ഹുറൈറ അങ്ങനെയുള്ള ഒരു മഹാനാണ്, അവരാ ബർക്കത്ത് കിട്ടട്ടെ എന്നാഗ്രഹിച്ചു ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ ഇത് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവകാശമല്ല. വിവരമുള്ള ആളുകൾ തന്നെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാം.
വിവരമില്ലാത്ത ആൾ ഒരിക്കലും അവിടെ പോയി നിൽക്കാൻ പറ്റുകയില്ല. എന്റെ അനുഭവം, എന്റെ ബാപ്പാക്ക് ഞാൻ നിസ്കരിക്കും എന്ന് പറഞ്ഞ് ഒരു മകൻ നിസ്കരിച്ചു. അന്നവൻ വരികയും ഞങ്ങനെ ഒരു ചുബയിട്ട് ഒരു വെളുത്ത പൈജാമയും ഒരു തൊപ്പിയും എല്ലാം വെച്ചിട്ട് വന്ന് മയ്യത്ത് നിസ്കരിക്കാൻ അങ്ങനെല്ലാരും ബാക്കിലൊന്ന് ഇവൻ നിസ്കരിച്ചു. അല്ലാഹു അക്ബർ 4 തക്ബീർ കേട്ടിന്. അതെല്ലാവർക്കും അറിയുന്നു, നമുക്ക് കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ അതിന്റെ ഉള്ളിൽ എന്താക്കിയത് അറിയില്ല. സംസ്കാരത്തിന്റെ സലാം വീട്ടിയത് എങ്ങനെയാണ്? അസ്സലാത്തു വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇങ്ങനത്തെ ഒരു സലാമുണ്ട്. നമസ്കാരം സലാം വിട്ടാണ് ജാഹിൽ ഇമാമത്ത് തൊട്ട് നിസ്കാരത്തെ വിടക്കാക്കി. പിന്നാരോ കുറച്ചാൾ എന്ത് ചെയ്ത് പിന്നൊരു വട്ടം നിസ്കരിച്ച് മയ്യിദിന്റെ ഫർള് എന്തായി? ആ ഫർള് കിഫായ തന്നെ പൂർത്തിയായി. അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അറിയണം, ഫാത്തിഹ ഹർഫുകള് സ്ഥാനത്തിൽ നിന്ന് ഉച്ചരിക്കാൻ അറിയണം.